ഒരു പ്ലാനിങ്ങും ഇല്ലാത്തൊരു ഈവനിങ് സ്റ്റോറി ആട്ടോ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. പുറത്ത് പോയി ഫുഡ് കഴിക്കണം, അതായിരുന്നു മെയിൻ. അങ്ങനെ പോകുന്ന വഴിക്ക് ഇതേ ഈ അടിപൊളിയായിട്ടുള്ളൊരു ഷോപ്പ് കണ്ടു. അവിടെ കയറി ഒരുപാട് വെറൈറ്റീസ് ഉള്ളത് പുറത്തുനിന്ന് നോക്കിയപ്പോഴേ തോന്നി കേട്ടോ. അങ്ങനെ അകത്ത് കയറി നോക്കാമെന്ന് വിചാരിച്ചു. നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് മാത്രമല്ല എല്ലാത്തിനും 75% ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും വീട്ട് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഓരോ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല ഭംഗിയായിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഏതോ വാങ്ങിക്കുന്നത് പോലെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് ഓരോന്ന് നോക്കിക്കൊണ്ടിരുന്നു. പക്ഷെ മേടിക്കാൻ തോന്നിപ്പോകും കേട്ടോ, അത്രയ്ക്ക് നല്ല ഭംഗിയായിട്ടുള്ളതായിരുന്നു അവിടെ ഉണ്ടായിരുന്നതെല്ലാം. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതും അഫോർഡബിൾ പ്രൈസിലുണ്ടായിരുന്നു. അതായത് നോർമൽ പ്രൈസിനേക്കാളും അവർ 75% ഓരോ ഐറ്റംസിനും അവർ ഡിസ്കൗണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടുന്ന് പതുക്കെ പുറത്തോട്ട് ഇറങ്ങി. എന്തായാലും ഒന്നും മേടിക്കുന്നില്ലല്ലോ ഒന്ന് ഹൈവേ ചുറ്റിക്കറങ്ങിയേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഹൈവേ കൂടി ഈ ഒരു ടൈമിൽ ആ കാറ്റും ആ ലൈറ്റും ആ വ്യൂവും അടിപൊളിയാണ്. ആ കണ്ണിൽ നമ്മൾ നേരിട്ട് കാണുന്ന ഭംഗി ഒരിക്കലും ഈ ക്യാമറയിൽ കിട്ടിയിട്ടില്ല കേട്ടോ. നല്ല ഫീലായിരുന്നു. നല്ല റിലാക്സ് ആയിട്ട് തോന്നി. എനിക്ക് ഒത്തിരി ഹാപ്പി ആയിട്ട് തോന്നി. അതൊക്കെ കണ്ടു കഴിഞ്ഞ് തിരിച്ച് ഹൈവേയിൽ കുറച്ച് കറങ്ങി കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കുറേ നാളുകൊണ്ട് പ്ലാൻ ചെയ്ത സ്ഥലമാണ് പൊറോട്ട ഹട്ട്. അവിടെ പോയി ഒരുപാട് റിവ്യൂസ് കാണുന്നതാണ്. നല്ല തിരക്കായിരുന്നു കേട്ടോ. ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് 2 സീറ്റ് കിട്ടിയത്. അങ്ങനെ മന്തിയും പാൽപ്പൊറോട്ടയും മിൽക്കി ചിക്കനൊക്കെയാണ് മേടിച്ചത്. എല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ വയറ് നിറച്ച് കഴിച്ച് കഴിഞ്ഞപ്പോൾ പതുക്കെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ.